സാറ് ഈ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അല്ലേ? അപ്പൊ ഈ ഒരു നാട്ടിൽ ദൈവത്തിനെ പറ്റി അല്ലെങ്കിൽ മതത്തിനെ പറ്റി ഇങ്ങനെ തുറന്നു പറയുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ തുറന്നു പറയുമ്പോൾ സാറിന് അത് വളരെ ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ആൾക്കാരുടെ ആ ഒരു സമീപനം. പിന്നെ ഇത് ഭയങ്കര അൾട്ടിമേറ്റ് ചലഞ്ചാണ്. ഒരു വിശ്വാസിയുടെ തെളിവും ലോജിക്കും റീസണും ഒക്കെ സംസാരിക്കുന്നതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അത് എവറസ്റ്റ് കീഴടക്കുന്നതല്ല. അതിനൊക്കെ ഒരു മര്യാദ ഉണ്ട്. ഇത് ഒരു രക്ഷയില്ലാത്തൊരു കാര്യമാണ്. കാരണം അവൻ്റെ ഒരു ബൈ ബിൽറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക, തന്നെ വഴിതെറ്റിച്ച് തനിക്ക് എന്തോ ഒരു പാപം കിട്ടുന്നത് ഇല്ലാതാക്കാനായിട്ട് അവൻ ശ്രമിക്കുന്നു എന്നാണ് അവൻ്റെ ധാരണ. എനിക്ക് ഇന്നാരുടെ അനുഗ്രഹമുണ്ട്, അല്ല ഇന്ന ഇതുണ്ട്, അത് ഇല്ലാതാക്കാൻ അതിൽ യാഗം മുടക്കാൻ വന്ന രാക്ഷസൻ എന്നുള്ള രീതിയിലാണ് അതാണ് ആളുകൾ കരുത്. അപ്പൊ അതുകൊണ്ട് ചാലഞ്ചിങ് ഒന്നും അല്ലത്, അത് ചാലഞ്ചുകളേക്കാൾ വലുതാണ്. ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും ആളുകൾ അങ്ങനെ വരുന്നു എന്നുള്ളത് ഒരു അത്ഭുതവും ഒരു ആവേശമൊക്കെ ആയിട്ട് മാറുന്നത് ഇതൊരു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ജോലിയാണ്. അത് ബേസിക്കലി പ്രത്യേകിച്ച് ഒരു ശീലങ്ങളൊക്കെ തന്നെ കൈയൊഴിയാനായിട്ട് ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇഷ്ടപ്പെടില്ല. മാതൃഭാഷ മറക്കണം എന്ന് പറയുന്നത് പോലൊക്കെ അവർക്ക് തോന്നും. മാതൃഭാഷ മറക്കാൻ പറ്റുമോ? നിങ്ങളുടെ ആഹാര രീതി, നിങ്ങൾ പാമ്പിനെ തിന്നാത്ത ഒരാൾ വീട്ടിലേക്ക് പുതുതായിട്ട് പാമ്പ് നല്ല സാധനമാണ് എടുത്ത് കഴിച്ചു, നല്ല പ്രോട്ടീനാണ്, എന്താ ചൈനക്കാരെ ലോകത്തിൻ്റെ മുകളിലെത്തിയില്ലേ, ജപ്പാൻകാരെത്തിയില്ലേ, അല്ലെങ്കിൽ അവരെത്തിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല. അവർ നോക്കുമ്പോൾ പാമ്പ് ഇപ്പം ആ അവസ്ഥയിലാണ്. വിശ്വാസം വൈകാരികമാണ് കേട്ടോ, വൈചാരികമല്ല, വൈകാരികമാണ്. ഈ അടുത്തിടെ ഒരാൾ എൻ്റെ വന്ന് പണ്ടേ പറയുന്നതാണ്, എന്തോ ഒരു അസുഖം വന്നാൽ തീരുന്നേ ഉള്ളൂ നിൻ്റെയൊക്കെ നിരീശ്വരവാദം, ഒരു വയറിളക്കം വന്നാൽ തീരുന്നേ ഉള്ളൂ നിൻ്റെയൊക്കെ നിരീശ്വരവാദം എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവർ കരുതുന്ന അല്ലാതെ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ വിശ്വാസം തുടങ്ങിയത് വയറിളക്കം വന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഇവർ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിക്ക് ഒരു അസുഖം വരുമ്പോൾ അയാൾ അന്ധവിശ്വാസി ആവുന്നു എന്നാണ് ഇവർ പറയുന്നത്. ദൈവത്തിനെ വിളിക്കുന്നതാണോ? എന്തോ ആയിക്കോട്ടെ, ഞാൻ ചോദിക്കും സോ വാട്ട്. ഒരു വ്യക്തിക്ക് ഒരു അസുഖം എന്ന് പറഞ്ഞാൽ മോശമായ അവസ്ഥയാണ്, അയാൾ കൂടുതൽ ദുർബലനാവുന്ന അവസ്ഥയാണ്, അയാളുടെ എല്ലാ കാര്യങ്ങളും ഫങ്ഷൻ നേരെ ചെയ്യാത്ത അവസ്ഥയാണ്. ആ അവസ്ഥയിൽ അയാൾ എന്തെങ്കിലും പറയുന്നത് ശരിയാവും? അയാൾ അങ്ങനെ പറയുമായിരിക്കും ഒരു പക്ഷേ.